ഹലോ, ഇന്നത്തെ നമ്മുടെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതൊരു അറബിക് ഫേസ് പാക്കാണ് കേട്ടോ. അറേബ്യൻ കൺട്രീസിലുള്ള സ്ത്രീകളിൽ അധികം സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. നിങ്ങളപ്പോൾ പറയൂ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അതെല്ലാം നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ്. അറേബ്യൻ കൺട്രീസിലെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർ. അവർ യൂസ് ചെയ്യുന്ന നമ്മുടെ അടുക്കളയിലുള്ള ഒരു പൊടിയാണ് മുത്താറി എന്ന് പറയും. മുത്താറിപ്പൊടി, അതേപോലെ ചൊളാണ്ടിപ്പൊടി, അതേപോലെ റാഗി പൗഡർ, ഇങ്ങനെയെല്ലാം ഇത് പറയും. കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒരുപാട് സഹായിക്കും. ഇതിൽ ആഡ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. ഇത് ഒരുപാട് ടൈപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഒരു ടൈപ്പാണ് നമ്മൾ തൈരും പാലും ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ തേൻ യൂസ് ചെയ്യുന്നില്ല. കാരണം തേൻ അവൈലബിൾ അല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇനി നിങ്ങളുടെ അടുത്ത് തേൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാൽ എന്ന് പറയുന്നത് തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. അതായത് നമ്മുടെ ഫേസ് പാക്ക് ഭയങ്കരമായിട്ട് ലൂസായി പോകാൻ പാടില്ല. ഇത് പിന്നെ റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കടലമാവും അരിമാവും എല്ലാം പോലെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കില്ല, പെട്ടെന്ന് ലൂസായി പോകുന്ന സാധനമാണ് ഈ റാഗി പൗഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തൈരെടുക്കുമ്പം പാലെടുക്കുമ്പോൾ ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുന്ന അളവ് കൂടിപ്പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ 1 ടേബിൾ സ്പൂണോളം മാത്രം മതി. ചെറുനാരങ്ങ ഫേസിൽ ഇടുന്നത് കേടാണെന്ന് എല്ലാവരും പറയും. അത് ഡയറക്റ്റ് ചെറുനാരങ്ങ എടുത്തിട്ട് ഫേസിൽ ഉരച്ചാലാണ് പ്രശ്നം. അതിൻ്റെ നീര് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇടാൻ പാടില്ല. അത് സ്കിന്ന് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ സ്കിന്നിന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാനും സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്താലൊന്നും അതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാക്കുന്നത്. പാല്, തൈര്, ചെറുനാരങ്ങ, റാഗി പൗഡർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അധികം ലൂസാക്കാൻ പാടില്ല, അധികം ടൈറ്റ് ആക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത്. ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് ഇത് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ശ്രദ്ധിക്കുക, 2 മിനിറ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ വെറുതെ വാരി തേച്ച് കഴുകി കളഞ്ഞാലൊന്നും റിസൾട്ട് കിട്ടില്ല. മസാജിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് പാക്കിൽ. 2 മിനിറ്റ് തന്നെ താടിയുടെ ഭാഗത്തുനിന്ന് മേലിലേക്ക് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളിതൊരു ഫേസിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇനി സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 25 മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാന്നാണെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടുക. ഒറ്റ യൂസിൽ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും. പക്ഷേ അത് 24 അവേഴ്സ് മാത്രമേ നിൽക്കൂ. നിങ്ങൾക്കിത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കുണ്ടെങ്കിൽ ഇത് ഡെയിലി ചെയ്യുക. അല്ല, സമയമില്ലാത്തവർ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്താൽ ഒരു അടിപൊളി റിസൾട്ടാണ്. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒറ്റ യൂസ് റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്കിത് വിശ്വസിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.